വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ് ഇനി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകി. അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഫ്റ്റനന്റ് ഗവർണർക്ക് അപേക്ഷ നൽകിയിരുന്നു. വിവരങ്ങൾ പ്രസാദ് കാളിദാസ് നൽകും. കാളിദാസ്, എന്തൊക്കെ ഘടകങ്ങൾ പരിശോധിച്ചാണ് ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത്? തീർച്ചയായും ലിബീഷ, ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടിയും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളും നേരിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനായി നടപടി ഉണ്ടായിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണറാണ് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഡിസംബർ 5-ന് ED ഇതിനെ സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നു. ഇത്തരത്തിലൊരു പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഇതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുമതി ചോദിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ അധികാര പദവിയിലിരുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് ED ഇത്തരത്തിലൊരു അപേക്ഷയിലേക്ക് കടന്നതും പിന്നീട് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ലഭിച്ചിരിക്കുന്നതും. എന്തായാലും ഇനി അങ്ങോട്ട് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ വളരെ വേഗത്തിലാകും. നിലവിൽ ഇപ്പോഴും കേസ് അന്വേഷണത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ BJPക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. അതിന് ഈ ജയിൽ മോചിതനായ ശേഷവും അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് BJPയുടെ വലിയൊരു ആയുധമാണ്, അല്ലെങ്കിൽ BJP EDയെ ഉപയോഗിച്ച് തൻ്റെ നേരെ വലിയ രീതിയിലൊരു കുപ്രചരണം നടത്തുകയാണ് എന്നുള്ള തരത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളും എന്തായാലും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. എന്തായാലും ഈ ഒരു മദ്യനയ അഴിമതി കേസ് വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസ് കൂടിയാണ്. കാരണം 2020-ൽ മദ്യനയ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ 100 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നു എന്ന് കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു അഴിമതിക്ക് അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ കൂട്ടുനിന്നു. അതേപോലെ തന്നെ വഴിവിട്ട ബന്ധങ്ങൾക്കായിട്ട് ഈ ഒരു പണം ചെലവഴിച്ചു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു കേസ് തന്നെ ഉയർന്നു വന്നിരുന്നത്. ഇതിനെ തുടർന്ന് അന്നത്തെ അല്ലെങ്കിൽ കെജ്രിവാളിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെല്ലാം ജയിലിലായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മനീഷ് സിസോദിയെയും ജയിൽ മോചിതനായത്. വിചാരണ നടപടികൾ പൂർത്തിയാകുന്നില്ല, അല്ലെങ്കിൽ കേസിന്റെ വിചാരണ നടക്കാത്ത സാഹചര്യത്തിൽ മനീഷ് സിസോദിയെയും ഇതേപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ജയിൽ മോചിതനായിരുന്നു. എന്തായാലും ഇനി വിചാരണ നടപടികൾ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ വളരെ വേഗത്തിലാകും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും നേരിട്ടിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ജനുവരി ഫെബ്രുവരിയോടുകൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരെ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ട ഒരു സാഹചര്യം കൂടിയാണ്. അതിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കും എന്നുകൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടികയെല്ലാം പുറത്തു വന്നത്. ഇത് തന്നെയാണ് ഇനി അങ്ങോട്ട് ഒരു തിരിച്ചടിയാകാൻ പോകുന്നത്. എന്തായാലും ഇതൊരു പ്രചരണ ആയുധമാക്കും, അല്ലെങ്കിൽ BJPക്കെതിരെ ആഞ്ഞടിക്കാൻ ഇതൊരു ആയുധമാക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നിലവിൽ ഇനിയുള്ള മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് ലിബീഷ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ തിരിച്ചടി. പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് കാളിദാസ്.